ഇന്ന് നമ്മൾ ഒലിവ് ട്രീയുടെ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ കാഴ്ചകളിലോട്ട് നമുക്ക് പോവാം. അത് തന്നെ നമുക്ക് പോകാം. എന്താ നമ്മൾ നല്ല അടിപൊളി ഒലീവിന്റെ കഴിഞ്ഞ അടിപൊളി ഒരു വ്ലോഗ് നമ്മൾ കണ്ടതാണ്. അതിന്റെ അകത്ത്, ആ ഫാമിന്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, ഈ ഫാമിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് പോവാണ്. എന്താ ഏക്കർ കണക്കിനുള്ള വലിയൊരു ഒലീവിന്റെ ഫാമാണ്. അപ്പോൾ ഈ ഫാമിന്റെ കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് പോയേക്കാം. എന്താ കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ ഇതിന്റെ ഗേറ്റിന് വെളിയിൽ നിന്ന കുറച്ച് ഒലീവ് തൈകൾ മാത്രമായിരുന്നു. ഇപ്പൊ എന്താണ് നമ്മുടെ അലീന മോടെ പേര് ഒന്നുണ്ടോന്ന് പറഞ്ഞേ? യമീമ. ഇത് പിന്നെ നമ്മുടെ യൂള. പിന്നെ നമ്മുടെ ക്യാമറാമാൻ ഇപ്പൊ എന്താണ്ട് ഇൻട്രോ മേക്കറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പോയേക്കാം കാഴ്ചകളിലേക്ക്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫാമിൻ്റെ ഉള്ളിലുള്ള നല്ല അടിപൊളി ഒരു പാർക്കാണ് ഇത്. അലീനും അലീനായും ഒക്കെ വളരെ സന്തോഷമായിട്ട് ഓടിച്ചാടി അങ്ങനെ ഇവിടെയുള്ള എൻജോയ് ചെയ്യാനുള്ള ചില കാര്യങ്ങളൊക്കെ അവർ കണ്ട് അതിലൊക്കെ ഒന്ന് കയറാനായിട്ടുള്ള പരിപാടികളിലാണ്. അപ്പം നമ്മൾ അൽ-സൈതൂന ഫാമിൻ്റെ ഉള്ളിലുള്ള ചില നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ പാർക്ക് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ഒന്ന് കയറി ഒന്ന് നിരങ്ങി ചാടി മറിയുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ ഇത് വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇവിടെ സമ്മാനിക്കുന്നത്. അപ്പം പാർക്കിനുള്ളിലുള്ള ഒരു ചെറിയ സജ്ജീകരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ ഒലീവിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടെയുള്ള പക്ഷികളുടെ കാഴ്ചകളും ഒക്കെ നമ്മൾ ഇതിന് മുമ്പേ കണ്ടു. അപ്പം ഈ വ്ലോഗ് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിവിടുത്തെ ഒലീവ് ഫാക്ടറിയുടെ കാഴ്ചകളൊക്കെ ഇതിൻ്റെ അവസാനം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ആ നല്ല കാഴ്ചകൾ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ സാധിക്കാത്ത ചില കാര്യങ്ങളാണ് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ വരുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് അതിൻ്റെ ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അങ്ങനെ അലീനും അലീനായും ഒക്കെ അതിൽ കയറി ചാടി മറിയുകയാണ്. കണ്ടോ, വാ, നല്ല അവർക്കൊരു ചെറിയൊരു എൻജോയ്മെൻറ്റ് ഇവിടെ കിട്ടി. അപ്പം അൽ-സൈതൂന ഫാമിൻ്റെ പല വൈവിധ്യമാർന്ന കാഴ്ചകളും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ചെറിയൊരു പാർക്കിൻ്റെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവരുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. അടുത്ത ഒരു സൂപ്പർ ഒരു പരിപാടിയാണ്. ഇതിനുള്ളിൽ നമുക്ക് കയറി നിന്ന് ഈ ബോൾ ഉരുട്ടുന്നുണ്ടെന്ന് നമ്മളതിൻ്റെ നടുക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ പോകുന്നൊരു രസകരമായിട്ടുള്ളൊരു കാര്യമാണിത്. അങ്ങനെ നമ്മുടെ മിനി ചേച്ചി അതിനുള്ളിലൊന്ന് കയറാനായിട്ടുള്ളൊരു പരിപാടിയാണ്. കണ്ടോ, ഇതും ഇതിനകത്ത് ബെൽറ്റ്, സേഫ്റ്റി ബെൽറ്റൊക്കെ ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ നല്ല രീതിയിൽ ബെൽറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. ഇതോടൊരു അത്തിമരത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ ഇതിന് മുമ്പേയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് കണ്ട അത്തിപ്പഴമൊക്കെ ഒരുമാതിരി വലുതായ ഒരു രംഗമാണ് ഇവിടെ. ഈ അത്തിവൃക്ഷം, ചെറിയൊരു അത്തിവൃക്ഷം. അതുപോലെ തന്നെ ഇവിടെ മറ്റനേകം നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാത്ത ചില കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കരിമ്പിൻ്റെ ചെറിയ ഇതൊക്കെ ഇവിടെ കിളുത്ത് വരുന്നുണ്ട്. അതിൽ അതിശയിപ്പിക്കുന്ന വേറൊരു കാര്യം നമ്മുടെ കാപ്പിയാണ്. അതായത് നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്ന കാപ്പിമരമാണ് ഈ പൂത്തുലഞ്ഞ് കായുമായിട്ട് കിടക്കുന്നത്. കാപ്പിമരമാണ്. കണ്ടോ, ഇതിനകത്തെ കായാണ്, കാപ്പിക്കുരുവാണ് ഈ കാണുന്നത്. ഈ ഫാമിലെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ചേറെ കാഴ്ചകളും ചില വൃക്ഷങ്ങളും ഒക്കെ നമുക്കിവിടെ വരെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരി, ഇതൊക്കെ മുന്തിരിയുടെ ഇതായിരുന്നു ആ സൈഡിൽ. അപ്പം വ്യത്യസ്തമായിട്ടുള്ള കാപ്പിത്തോട്ടം കണ്ടോ, അങ്ങോട്ട് നിൽക്കുന്ന കാപ്പിച്ചെടികളാണ്. അങ്ങനെയുള്ള വീണ്ടും ഇത് വേറൊരു അത്തിയാണ്. നല്ല വലിയൊരു അത്തിമരമാണിത്. കായൊക്കെ ഏകദേശം വലുതായിട്ടുണ്ട്. ഇനി അത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്കത് പറിച്ചെടുക്കാം.
അപ്പം ഈ ഫാമിൽ അനേകം കാഴ്ചകളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അത്തിയും അതുപോലെ തന്നെ ഒലീവ് എന്ന് വേണ്ട ഒത്തിരി വൃക്ഷത. അടുത്ത മാവാണ്, മാവിൻ്റെ കാഴ്ചയാണ്. അതിനകത്ത് മാവിൻ്റെ പൂ വന്ന് ആ മാങ്ങ അങ്ങനെ പൊതിഞ്ഞിട്ടേക്കുകയാണ് അവിടെ. ഒലീവ് മരം, ഇതാണ് നമ്മുടെ ഒലീവിൻ്റെ ഓയിൽ എടുക്കുന്നതായിട്ടുള്ളൊരു ചെറിയൊരു ഫാക്ടറിയാണിത്. അതിൻ്റെ ഇന്നിവിടെ അവധിയായതിനാൽ നമുക്കത് കാണാനായിട്ട് അതിൻ്റെ പ്രോസസ്സ് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ മിഷനറീസുകളൊക്കെ ഇതൊക്കെയാണ്. ഇതിലാണ് ഒലീവ് അതിൻ്റെ പല പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി ഒലീവ് ഓയിലായിട്ട് പുറത്തു വരുന്ന ചില മിഷനറികളാണ് ഈ കാണുന്നത്. ഇതിനകത്തൊക്കെ ഒലീവിൻ്റെ പല പല പ്രോസസ്സിങ് നടക്കുന്നതായിട്ടുള്ള ഒരു ചെറിയൊരു ഫാക്ടറിയാണിത്. കാരണം ഇവിടുത്തെ ആ ഒലീവുകൾ പറിച്ച് അതിനെ ഒലീവ് ഓയിലാക്കി വിൽക്കുന്ന ഒരു ചെറിയൊരു സംരംഭമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുപ്ര ഒക്കെ ആട്ടുന്ന പോലുള്ള അതുപോലെ ചെറിയ സംവിധാനമല്ല, ഇത് പല പ്രോസസ്സിങ് ഇതിന് നടക്കണം. അതിൻ്റെ ചെറിയ ചെറിയ മിഷനറികളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ഇതൊക്കെ ഈ ഫാമിനുള്ളിലുള്ള ചില കാഴ്ചകളാണ്. അങ്ങനെ ഈ ഒലീവ് മരവും അതുപോലെ തന്നെ ഒലീവ് കായ, അതിനെ പ്രോസസ്സിങ് ചെയ്യുന്ന യൂണിറ്റുകൾ, അങ്ങനെ എല്ലാം ചെറിയ ഒരു വിവരണം ഒക്കെ അവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവധി ദിവസമായതുകൊണ്ടാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ആളില്ലാത്തത്. അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഏകദേശം നമുക്ക് ധാരണ തരുന്ന രീതിയിൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് വണ്ടി നമ്മളെ കാത്ത് ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫാമിൽ കാണുവാനായിട്ട് സാധിച്ചു. കണ്ടോ, ഈ ബസ്സിനൊരു വളരെ രസകരമാണ് ഈ ബസ്സിലെ യാത്ര. അപ്പം ഈ ഒരു ഫാമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള ഒലിവ്, അതുപോലെ തന്നെ കുറച്ച് മയില്, കുറച്ച് പക്ഷികൾ, ലവ് ബേഡ്സ് എന്ന് വേണ്ട ചെറിയ കുറച്ചേറെ തത്തകൾ, അങ്ങനെ വൈവിധ്യമാർന്ന കുറച്ച് കാഴ്ചകൾ. അടുത്ത നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കാരവാനിൻ്റെ ദൃശ്യമാണിത്. കണ്ടോ, ഈ കാരവാൻ നല്ല സജ്ജീകരണമാണ് ഇതിനുള്ളിലുള്ളത്. കണ്ടോ, നല്ലൊരു വീട്, ഒരു 2 ബെഡ്റൂം ഫെസിലിറ്റിയോട് കൂടി അടിപൊളി ഒരു കാരവാനാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ ഈ കാണുന്നത്. കണ്ടോ, ജനറേറ്ററും എല്ലാ സജ്ജീകരണത്തോടും കൂടിയുള്ള നല്ല ഒരു കാരവാനാണ്. അത് ഇന്നിവിടെ അവധി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളൊന്നും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. കണ്ടോ, അപ്പം അതിനുശേഷം ഞങ്ങൾ അടിപൊളി ബോണ്ടായും നല്ല അടിപൊളി മുളക് ബജ്ജിയും നല്ലതാ ഏത്തക്കാപ്പം എന്ന് വേണ്ട എല്ലാം നമ്മുടെ ഇവിടെ അൽബഹയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ ട്രീറ്റ് ചെയ്തതാണ്. ഞങ്ങളൊരു ഹോട്ടലിൽ കയറി നല്ല ബോണ്ടായും എന്ന് വേണ്ട അവിടെയുള്ള എല്ലാ പലഹാരങ്ങളും വാങ്ങി ഞങ്ങൾക്ക് ചായ സൽക്കാരം അവർ തരികയാണ്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും ജിദ്ദയിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പം ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. നല്ല അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പം ഞങ്ങളുടെ സൗദി അറേബ്യയുടെ കാഴ്ചകൾ കാണാൻ നിങ്ങൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുക. ഞങ്ങളുടെ സൈഡിലുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ഇനേബിൾ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കരങ്ങളിൽ എത്തുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.